നിങ്ങളെല്ലാവരെയും ഡയസ് അക്കാഡമി ഒരുക്കുന്ന ഈ NRI സ്റ്റാറ്റസ് ആൻഡ് NRI ടാക്സേഷൻ എന്ന ഈ ഒരു Q&A സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഇന്നേ ദിവസം നമ്മളെ Q&A സെക്ഷനിൽ നമ്മളോടൊപ്പം നമ്മൾ സ്പീക്കറായിട്ട് വന്നിരിക്കുന്ന മാഡത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അനുപമ ശങ്കർ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്. ഗ്രാജുവേഷനും പ്രീ ഗ്രാജുവേഷനിലും യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ആണ്. പിന്നെ കഴിഞ്ഞ 15 വർഷത്തിലധികമായി ചാർട്ടർ അക്കൗണ്ടന്റ് ആയിട്ട് മാഡം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പണിക്കർ വാരിയർ ആൻഡ് കമ്പനി ചാർട്ടർ അക്കൗണ്ട്സിന്റെ കോ ഫൗണ്ടർ ആണ് മാഡം. പിന്നെ ഇപ്പൊ ഏകദേശം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷത്തിലധികമായിട്ട് സ്വന്തമായിട്ട്, അതായത് ഇൻഡിവിജ്വൽ ടാക്സേഷൻ പിന്നെ കമ്പനി ആൻഡ് ബാങ്ക് ഓഡിറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ മാഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മാഡത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ സാധാരണ രീതിയിൽ NRI ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പലപ്പോഴും ചോദിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദേശ മലയാളി നാട്ടിൽ സ്ഥിരതാമസമാക്കിയാൽ എത്ര നാൾ കൂടി NRI സ്റ്റാറ്റസ് തുടരുവാൻ സാധിക്കും? പല ആൾക്കാർക്കും ഉള്ള വലിയൊരു ഡൗട്ടാണ്. അതായത് ഇപ്പൊ ഗൾഫിലത്തെ പരിപാടി, ഗൾഫിലുള്ള ജോബ് അല്ലെങ്കിൽ അവിടെ ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് അവർ നാട്ടിൽ വന്ന് സെറ്റിൽഡായി. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്ര നാൾ കൂടി NRI സ്റ്റാറ്റസ് ലഭിക്കും? ശരി, താങ്ക് യു പ്രിൻസ്, താങ്ക് യു ഇൻട്രൊഡക്ഷന് താങ്ക്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. ഇത് നമുക്ക് ഒന്നിച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് തുടങ്ങാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ വെച്ചാൽ, NRI സ്റ്റാറ്റസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരാള് NRI ആവുന്നത് അയാൾ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു കഴിഞ്ഞ പ്രീവിയസ് ഇയർ എന്നാണ് നമ്മുടെ ടെർമിനോളജി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ടു മാർച്ച്. അതാണ് ഇന്ത്യയിൽ നമ്മൾ ടാക്സേഷൻ പെർപ്പസസിനും എല്ലാ ഇതിനു വേണ്ടിയും ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞെടുക്കുന്നത് ഒരു ഏപ്രിൽ ടു മാർച്ച് എന്നുള്ള ഒരു പീരീഡ് ആണ്. ഈ ഏപ്രിൽ ടു മാർച്ചിൽ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു, അതാണ് ബേസിക് ക്രൈറ്റീരിയ. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഒരു നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ വരുന്ന ആള് ഒരു കൊല്ലം വരുമ്പം ആ വർഷം എത്ര ദിവസം നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അയാൾ 182 ദിവസം 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ വർഷം അയാൾ ശരിക്കും പറഞ്ഞാൽ റെസിഡന്റ് ആയി, ഒരു സാധാരണ റെസിഡന്റ് ഇന്ത്യനായി മാറുകയാണ്. പക്ഷെ റെസിഡന്റ് ഇന്ത്യനും ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്കൊരു റെസിഡന്റ് നോൺ റെസിഡന്റ് എന്ന് കൂടാതെ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും, NOR. ആ NOR എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് കുറേ കാലം, അതായത് ഒരു 6 കൊല്ലത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചിട്ട് നമ്മൾ നാട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ആ NOR സ്റ്റാറ്റസിലോട്ട് പോകും. പക്ഷെ NR സ്റ്റാറ്റസ് അല്ല. നോൺ റെസിഡന്റ് ആവണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ 182 ദിവസം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ താമസിച്ചിട്ടുണ്ടാവാൻ പാടില്ല. 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ആയി മാറും. അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കുറെ നാള് പുറത്ത് താമസിച്ചിട്ട് വിദേശത്ത് താമസിച്ചിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കൊല്ലം 182 ദിവസം ഉണ്ടായിരുന്നു നോക്കുക. ഉണ്ടായിരുന്നുവെങ്കിൽ യു ബിക്കം എ റെസിഡന്റ്. നമ്മൾ റെസിഡന്റ് ആകും, പക്ഷെ നമുക്ക് വേറൊരു കാറ്റഗറിയിലോട്ട് പോകാം. ഒത്തിരി നാള് വിദേശത്ത് താമസിച്ചിട്ട് വരുവാണെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ്, ആ സ്റ്റാറ്റസിലോട്ട് പോകാം. NORന് ബെനിഫിറ്റ് ഉണ്ട്. NORന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു റെസിഡന്റിന്റെ ടാക്സേഷൻ, റെസിഡന്റിന് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ ഇൻകത്തിനും നമ്മൾ ടാക്സ് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു റെസിഡന്റ് ഇന്ത്യന് പുറത്തെന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിലും അതിനും ഇന്ത്യയിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. നോൺ റെസിഡന്റിന്റെ പ്രയോജനം എന്താണ്? ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കണം, ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകത്തിന് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണ്ട. ഈ നോൺ റെസിഡന്റ് സ്റ്റാറ്റസ് ആവുമ്പം ആ ബെനിഫിറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുവാണ്. അതായത് ഇന്ത്യയുടെ പുറത്തുള്ള ഇൻകം, ദ ഇൻകം യു ഏൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ എക്രൂ ഔട്ട്സൈഡ് ഇന്ത്യ എന്നാ പറയാം, ആ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണ്ട. അപ്പൊ NORന് ശരിക്കും പറഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ട്. NRIയുടെ പോലെ തന്നെ പുറത്തുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട എന്നുള്ള ബെനിഫിറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യും. ഹൗ ലോങ് NOR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പം ഏറെ നാള് വിദേശത്തു നിന്ന് വരുവാണ്. അപ്പം നോക്കുന്നത് കഴിഞ്ഞ 9 കൊല്ലത്തില് കഴിഞ്ഞ 10 വർഷം എടുത്തിട്ട് ആ 10 വർഷത്തിലെ 9 കൊല്ലവും നമ്മൾ ഇന്ത്യക്ക് പുറത്തായിരുന്നെങ്കിൽ, നമ്മളൊരു നോൺ റെസിഡന്റ് ആയിരുന്നു എങ്കിൽ നമ്മൾ NOR ആയി മാറും.
ഓക്കെ, ആ ബെനിഫിറ്റ് അത് കൂടാതെ നമുക്ക് ഒരു ക്രൈറ്റീരിയയും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ 7 വർഷങ്ങളിൽ ഇന്ത്യയിൽ 729 ദിവസം താമസിച്ചിട്ടുണ്ടാവരുത്. അപ്പൊ നമ്മൾ ഓരോ കൊല്ലം ഇത് കണക്കാക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അതല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി 6 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഈ ക്രൈറ്റീരിയ മാറി ഓട്ടോമാറ്റിക്കലി നമ്മൾ റെസിഡന്റ് ആയി മാറും. ആക്ച്വലി അത് നമ്പർ ഓഫ് ഡേയ്സ് വെച്ച് നോക്കേണ്ടി വരും. ഇഷ്ടംപോലെ ആൾക്കാർ അത് NRI സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടിട്ടും NRI അക്കൗണ്ട് ക്ലോസ് ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ പലപ്പോഴും പല ബാങ്ക് ഉദ്യോഗസ്ഥരും ഇതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതായത് ഇപ്പൊ ഒന്നും ക്ലോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു എന്ന് പറയാറുണ്ട്. അത് ശരിക്കും ശരിയാണോ? ശരിയല്ലെങ്കിൽ എന്താണ് നിയമപരമായ വശം? ഈ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഭാഗം പറയുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ല, ബാങ്ക്സിന് എന്താന്ന് വെച്ചാൽ ഇത്രയും NRI അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ NRI ടാർഗറ്റ്സും അതും ഇതുമൊക്കെ കൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഒരു NRI ആയി വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇതാണ് നമ്മൾ ചെന്ന് നമ്മൾ റെസിഡന്റ് ആയി എന്ന് അറിയിക്കുക എന്നുള്ളത്. അത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മൾ തന്നെ ബാങ്കിൽ ചെന്നിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം, നമ്മൾ തിരിച്ച് നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നു, ഇനി ഞങ്ങൾ വി ആർ നോ ലോങ്ങർ NRIs, നമ്മൾ റെസിഡന്റ് ആയി, നമ്മുടെ അക്കൗണ്ട്സ് കൺവേർട്ട് ചെയ്യണം എന്ന് പറയും. പക്ഷെ മിക്ക ബാങ്ക്സും ഇത് എന്താ വെച്ചാൽ അവർ പറയും വേണ്ട എന്നൊക്കെ പറയും. ജനറലി എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു ഈ NOR സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യാം. ഏറെ നാൾ വിദേശത്ത് താമസിച്ചിട്ട് വരുന്നവരാണെങ്കിൽ, അതായത് കഴിഞ്ഞ 6 കൊല്ലമായിട്ടെങ്കിലും നമ്മൾ നോൺ റെസിഡന്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ NOR സ്റ്റാറ്റസിൽ ഇനിയും നമുക്കൊരു 6 years കൂടെ നിൽക്കാം. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ NRE ഡെപ്പോസിറ്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് ബെസ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ അത് ഓരോന്നും മെച്യൂർ ആവുന്ന കണക്കിന് യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഓർഡിനറി. കാരണം അത് ഇടയെ വെച്ച് ബ്രേക്ക് ചെയ്ത് അതിന്റെ ആവശ്യം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അത് ലോ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ NOR വേണമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇപ്പൊ എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും പൊതുവെ 1, 2 അതിലധികം വർഷങ്ങളിലുള്ള ബാങ്ക്സും എൻകറേജ് ചെയ്യാറില്ല. അപ്പൊ 1 കൊല്ലത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 കൊല്ലത്തിനുള്ളിലോ ഇതെല്ലാം തിരിച്ച് നോർമൽ ഇതിലേക്ക് ആക്കുക. അതാണ് ബെസ്റ്റ് തിങ്. നമ്മൾ അക്കൗണ്ട് അപ്പം എന്താ വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റും വരില്ല, അറ്റ് ദ സെയിം ടൈം എന്താ ഇൻഡിവിജ്വലിനും ബെനിഫിഷ്യലും ആയിരിക്കും. അപ്പൊ മെച്യൂർ ആവുന്ന കണക്കിന് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് മാറ്റി ഓർഡിനറി ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റ അടിക്ക് ഇത് മുഴുവൻ ക്ലോസ് ചെയ്ത് അതല്ലേ അതിന്റെ ശരിയായ വശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോ അനുസരിച്ചാണെങ്കിൽ ശരി, നമ്മൾ വരുന്ന അന്ന് തന്നെ ഡിക്ലെയർ ചെയ്യുന്നു, എല്ലാം ക്ലോസ് ചെയ്യുന്നു. പക്ഷെ അതാണ് അതിന്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ നിയമപരമായിട്ട് നോക്കിയാൽ അതാണ് അതിന്റെ ശരിയായ വശം. പക്ഷെ ഈ NOR സ്റ്റാറ്റസിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുറച്ച് നാളും കൂടെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഓരോ ഫിക്സഡ് ഡെപ്പോസിറ്റും മെച്യൂർ ആവുന്ന കണക്കിന് നമ്മൾ അത് ക്ലോസ് ചെയ്താലും മതിയാവും. പേ ടാക്സ് ഇൻ ഇന്ത്യ ഫോർ ഏർണിംഗ്സ് ഇഫ് യു ആർ പേയിങ് ടാക്സ് ഓവർസീസ്. നമ്മളൊരു നോൺ റെസിഡന്റ് ഇന്ത്യൻ ആണ്, ഇന്ത്യയിലേക്ക് പുറത്തുള്ള ഇൻകത്തിനാണ് നമ്മൾ പുറത്ത് ടാക്സ് പേ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിലുള്ള ടാക്സിനും ഇന്ത്യയിലുള്ള ഇൻകത്തിനും പുറത്ത് പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനാണെങ്കിൽ ഇന്ത്യക്ക് അറൌണ്ട് 110 കൺട്രീസുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഉണ്ട്. അങ്ങനാണെങ്കിൽ നമ്മൾ ഒരേ ഇന്ത്യയിലുള്ള ഇൻകം ബേസിക്കലി നമ്മൾ ഇന്ത്യയിലാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഈ ഇൻകം ഇന്ത്യ ടാക്സ് പേ ചെയ്തിട്ട് നമ്മൾ ഇന്ത്യയിൽ ഇതിന് ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓവർസീസിൽ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അത് ഇൻഫോം ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഇൻകം ഷുഡ് ബി ടാക്സ്ഡ് ഇൻ ഇന്ത്യ. എല്ലാം പറയുന്നത് ഏത് രാജ്യത്താണോ ഇൻകം ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്ത് വേണം ആ ഇൻകത്തിന്റെ ടാക്സ് അടയ്ക്കാൻ. അപ്പം ഇന്ത്യയിലെ ഇൻകത്തിന് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുക. എന്നിട്ട് പുറത്തിപ്പോ അമേരിക്ക അങ്ങനത്തെ യൂറോപ്പിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഗ്ലോബൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അറബ് കൺട്രീസിൽ അത് വന്നിട്ടില്ല. അപ്പൊ ഗ്ലോബൽ ഇൻകം നമ്മൾ ടാക്സ് ഇന്ത്യയിൽ അടച്ചു എന്ന് ഇൻഫോം ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഏതാണോ ബെനിഫിഷ്യൽ ആ റേറ്റ് ഒക്കെ എടുക്കാം, അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ള ഇൻകം യു പേ ടാക്സ് ഇൻ ഇന്ത്യ. സുനിൽ തിരിഞ്ഞ NRI ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ക്യാൻ ബി ഫോർ എ പീരിയഡ് ഓഫ് അപ് ടു 10 years. വാട്ട് ഇസ് ഐഡിയൽ പീരിയഡ്? ഐഡിയൽ പീരിയഡ് എന്നൊരു പീരിയഡ് ഇല്ല. ബെസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് നോക്കുക. കാരണം ഓഫ് ലേറ്റ് ഇനിയും ഗോയിങ് ഫോർവേഡ് ഓൾസോ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് വിൽ കം ഡൗൺ. കാരണം വി കനോട്ട് എഫോർഡ് ഫോർ എ ഹൈ, നമുക്ക് ഇതുപോലത്തെ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ ഇക്കോണമിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും.
നമുക്ക് എപ്പോഴാണ് നല്ല ഡെപ്പോസിറ്റിന് കിട്ടുന്നത് അത് എടുക്കുക. ഇപ്പൊ സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു 10 വർഷത്തേക്ക് ഇട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നാട്ടിൽ തിരിച്ചു വരുമ്പോഴും നോക്കുക അത് എത്ര നാളും കൂടി ഇനി ഉണ്ട് എന്ന്. ഇഫ് ഇറ്റ്സ് ഇനിയും കണ്ടിന്യൂയിങ് ഒരു 10 വർഷം കൂടെ ഉണ്ടെങ്കിൽ ഐഡിയലി ഒരു 4 years ഒക്കെ കഴിയുമ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്യുക. അതായത് കാരണം പിന്നീട് ഒരു 10 വർഷം കൂടെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ശരിയല്ല. ഒരു 6 years വരെയാണെങ്കിൽ ഓക്കെ. അതും കൂടെ ഉള്ളിൽ നമ്മൾ ഇതിനെല്ലാം റെസിഡന്റ് അക്കൗണ്ട്സിലേക്ക് മാറ്റുക. ഇപ്പൊ നിരവധി വിദേശ മലയാളികൾ, അതിൽ പലരും തന്നെ 10, 15, 20 വർഷമായിട്ട് അവര് വിദേശത്താണ്. പക്ഷെ ഇപ്പോഴും SB അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്കവരെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരേ ബാങ്കിൽ തന്നെ, അതായത് ഇപ്പൊ സപ്പോസ് ഫെഡറൽ ബാങ്ക് ആണ്, ഫെഡറൽ ബാങ്കിൽ NRI അക്കൗണ്ട് ഉണ്ട്, നോർമൽ SB അക്കൗണ്ട്, NRO അല്ല നോർമൽ SB അക്കൗണ്ട് ഉണ്ട്. ഇത് ശരിക്കും ശരിയാണ്? ശരിയല്ലെങ്കിൽ എന്താണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള വശം? ഇവർ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ഇത് ഒട്ടും ശരിയല്ല. നമ്മൾ ഒരു NRI ആയിക്കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ ഒരു SB അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ NRI ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി, അപ്പം നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ടാവും ഒരു വെക്കേഷന്, അല്ലെങ്കിൽ ഈവൻ നമ്മൾക്കൊരു ലോങ് ടേം നമ്മൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് മാനേജറിന് ഒരു മെയിലായിട്ടോ ഒരു ലെറ്റർ ആയിട്ടോ നമ്മൾ ഇൻഫോം ചെയ്യുക. നമ്മുടെ വിസയുടെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഇന്റിമേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ SB അക്കൗണ്ടിനെ നമ്മൾ NRO അക്കൗണ്ടായി മാറ്റുക. അതാണ് അതിന്റെ ശരിയായ വശം. അത് ചെയ്തിരിക്കണം. ഒരു നോർമൽ ഒരു NRI ഇന്ത്യയിൽ SB അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പാടില്ല. SB അക്കൗണ്ടിന്റെ എല്ലാ പ്രിവിലേജസും ഉള്ളതാണ് NRO അക്കൗണ്ട്. NRO അക്കൗണ്ടിലുള്ള ഇൻട്രസ്റ്റിന് ടാക്സ് വരും, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും SB അക്കൗണ്ട് ഇസ് ഫോർ റെസിഡന്റ് ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നവർക്കുള്ളതാണ്. പുറത്തുള്ളവർ ഇന്ത്യയിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് NRO ആയിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. സപ്പോസ് നമ്മളിപ്പോ ഈ SB അക്കൗണ്ട് ഹോൾഡ് ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്? ഒരു നിയമം തെറ്റിക്കുന്നു. അതിൻ്റെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഒരു ബാങ്കും നമ്മളുടെ സിസ്റ്റം അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല. നമ്മൾ NRI ആണെങ്കിൽ SB അക്കൗണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ മാത്രമുള്ള ഇതിലേക്ക് നമ്മൾ ഗിയർഡ് അപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് നോർമൽ കേസിൽ ഇത് ആരും അറിയാതെ പോകും. പക്ഷെ അതല്ല അതിന്റെ ശരിയായ വശം. നമ്മളത് NRO ആക്കി മാറ്റണം. ഓക്കെ, ഇവിടെ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ റെന്റൽ ഇൻകം എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ റെന്റൽ ഇൻകം നമുക്ക് NRO അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. NRO അക്കൗണ്ട് എന്ന് വെച്ചാൽ നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് ഒരു SB അക്കൗണ്ട് തന്നെയാണ്. നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ്. NRO അക്കൗണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരാൾ കടം വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ, അയാൾക്ക് ആ പൈസ തിരിച്ചു തരണമെങ്കിലും NROയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. NROയിലേക്ക് എല്ലാ ഫണ്ട്സും വരാം. അതിനൊരു കുഴപ്പമില്ല. റെന്റൽ ഇൻകം NRO അക്കൗണ്ടിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പലപ്പോഴും നിരവധി വിദേശ മലയാളികൾ ഇപ്പൊ NR സ്റ്റാറ്റസിൽ ഓഹരികളിൽ മറ്റും നിക്ഷേപിക്കാൻ പല സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാൽ റെസിഡന്റ് സ്റ്റാറ്റസിൽ നോർമൽ SB അക്കൗണ്ടിൽ നിന്നും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ഇതിൽ തന്നെ ഒരു മിക്കവരും ചിലപ്പോൾ അവര് മ്യൂച്വൽ ഫണ്ടിലൊക്കെ മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് NR സ്റ്റാറ്റസിലായിരിക്കും. പക്ഷെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് റെസിഡന്റ് ഇൻഡിവിജ്വൽ സ്റ്റാറ്റസിൽ SB അക്കൗണ്ട് വഴിയായിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ഇതിലുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അപ്പം കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളത് എന്താ പറയാ, ഒരു തെറ്റായ ഡിക്ലറേഷൻ കൊടുക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് NRI അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട്. ഇനീഷ്യലി എന്താന്ന് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ധാരാളം NRI അക്കൗണ്ട് വെച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കൂടുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതാണ് അതിന്റെ ശരിയായ രീതി. എന്താ പറയാ, നമ്മൾ ലോ ഒബേ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ എനിക്ക് പറയാനുള്ളത്. നമ്മളത് എന്താ പറയാ, നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. Can we open demat account through NRO account? അത് സമ്മതിക്കാറില്ല. പൊതുവെ ബ്രോക്കേഴ്സ് NRI അക്കൗണ്ട് തന്നെ വേണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ സാധാരണ രീതിയിൽ NR സ്റ്റാറ്റസിലുള്ള ഒരു വ്യക്തി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് തുക പിൻവലിക്കുമ്പോൾ TDS പിടിക്കാറുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു NRI ഡെറ്റ് ഫണ്ടിൽ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ തുക 11 ലക്ഷം രൂപയായി.
ആ സമയത്ത് ഈ വ്യക്തി ഈ തുക പിൻവലിക്കുകയാണെങ്കിൽ ലഭിച്ച ലാഭത്തിന് 30%, ഡെറ്റ് ഫണ്ട് ആയതുകൊണ്ട് ലഭിച്ച ലാഭത്തിന് 30%, അതായത് ലഭിച്ച 1,00,000 രൂപ ലാഭത്തിന് 30%, ഏകദേശം 30,000 രൂപ TDS പിടിക്കും. ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ മറ്റു വരുമാനമൊന്നും ഇല്ലെങ്കിൽ ഈ TDS തുക റീഫണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലേ? സാധിക്കുമെങ്കിൽ അതിന്റെ നടപടിക്രമം എന്താണ്? തീർച്ചയായിട്ടും പറ്റും. ഇന്ത്യയിൽ നമ്മൾ TDS പിടിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മളെ ഗവൺമെന്റിന്റെ ഒരു മെക്കാനിസം ആണത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് നമുക്ക് ആ നിശ്ചിത അവർ പറയുന്ന വരുമാന പരിധിക്ക് ഉള്ളിലല്ല, അതിൽ കുറവാണ് നമ്മുടെ വരുമാനമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് ഈ TDS തുക നമുക്ക് തിരിച്ചു ലഭിക്കും. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ, നമ്മൾ അതിനു വേണ്ടി എല്ലാ വർഷവും നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് കൃത്യസമയത്ത് ഫയൽ ചെയ്യുക. സാധാരണ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് അത് 31 ജൂലൈ ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഈ വർഷം മാത്രം പല പാൻഡമിക്കിന്റെ റീസൺസ് കാരണം അത് കുറേ ഡേറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് ജാനുവരി വരെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 31 ജൂലൈ ആണ് അതിന്റെ സമയം. അപ്പൊ 31 ജൂലൈക്ക് മുന്നേ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഇന്ത്യയിൽ ഫയൽ ചെയ്യുക. ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കും. അതിൽ നമുക്ക് ഈ NRO അക്കൗണ്ട് കൊടുക്കാം. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ അടച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച ഈ TDS തുക നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരല്ലെങ്കിൽ ആ എമൗണ്ട് മുഴുവൻ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. റീഫണ്ട് കിട്ടുമ്പോഴും ഒന്ന് ഓർക്കണം, റീഫണ്ട് വരാൻ വൈകുകയാണെങ്കിൽ ആ കാലതാമസം വന്ന സമയത്തിന് ഗവൺമെന്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ തരാറുണ്ട്. എന്നിട്ട് നമുക്കത് കിട്ടും. ഈ കൊല്ലം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റീഫണ്ട് വളരെ എളുപ്പമാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ആക്ച്വലി പ്രോസസ് ഭയങ്കര ഈസിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് റീഫണ്ട് കിട്ടാനും പഴയ പോലെ ഡിലേ ഇല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തിനൊക്കെ TDS പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്ത്യയിൽ നമുക്ക് കിട്ടേണ്ട എല്ലാ പൈസയും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടാണ് NRO അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ NRO അക്കൗണ്ടിലേക്കായിരിക്കും ആ റീഫണ്ട് വരുന്നത്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ടാക്സ് കണക്കാക്കി കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ടാക്സ് അടയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ടാക്സ് റീഫണ്ട് ആയിരിക്കും. അതിന് നമ്മൾ പ്രത്യേകം ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല, അത് ഓട്ടോമാറ്റിക് ആണ്. ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രോസസ് ഉണ്ട്. നമ്മൾ അതിനെ ഒന്ന് വെരിഫൈ ചെയ്യുക എന്ന് പറയും. അതിന് 2-3 മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേണും ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്ഡ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ റീഫണ്ട് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ഇന്റിമേഷനും വരും. നമ്മുടെ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലോട്ട് അവരൊരു മെയിലും അയക്കാറുണ്ട്. ഒരു NRI നാട്ടിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കണമോ? നേരത്തെ മാഡം ജസ്റ്റ് സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കൊടുക്കണമെങ്കിൽ അവരുടെ ടാക്സ് ലാബ് എന്താണ്? NRI സ്റ്റാറ്റസിലുള്ളവർക്ക് ഇൻകം ടാക്സിന്റെ കിഴിവിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമോ? ഉദാഹരണത്തിന് നമുക്ക് 5 ലക്ഷത്തിന് റിബേറ്റ് ഉണ്ട്, പിന്നെ ATC, അതേപോലെയുള്ള നിരവധി സെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ലഭിക്കുമോ? ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ NRI എന്നും പ്രത്യേകം ഇത് അടയാളം എന്താ വെച്ചാൽ പറഞ്ഞിട്ടില്ല. ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് 2.5 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യയിൽ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 5 ലക്ഷം എന്നല്ല അതിനെ നമ്മൾ ചിന്തിക്കേണ്ടത്. 5 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ഇപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ആ 2.5 മുതൽ 5 വരെ, ആ 2.5 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് ഗവൺമെന്റ് നമുക്കൊരു റിബേറ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. പക്ഷെ 2.5 ലക്ഷമാണ് ഇപ്പോഴും ഇന്ത്യയിലെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലക്ഷം. സാധാരണ വ്യക്തിക്ക് 65 വയസ്സായവർക്ക് 3 ലക്ഷം, 80 വയസ്സായവർക്ക് 5 ലക്ഷം. അതാണ് നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പൊ ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ വരുമാനമുള്ള ഒരാൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം. അയാൾക്ക് ആ ബെനിഫിറ്റ്സ്, ATCയുടെ ബെനിഫിറ്റ്സ് ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരു SIP ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റുകളും ആ ആനുകൂല്യങ്ങളൊക്കെ ഒരു NRIക്കും ലഭിക്കും. ഇനി ഇതൊന്നും നമുക്ക് 2.5 ലക്ഷം രൂപയൊന്നും നമുക്ക് ഇന്ത്യയിൽ വരുമാനമില്ല. പക്ഷെ നേരത്തെ കാണിച്ച ചോദ്യത്തിൽ ഒരു 30,000 രൂപ TDS പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് 2.5 ലക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്. നമുക്കങ്ങനെ റീഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. Now, if you return some money, it will be deposited to NRO account. Should I pay tax on that? വേണ്ട. നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ പുറത്താണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇതിനാണ്. ഇതിപ്പോ ഒരു ലോൺ എടുത്തു തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സഹായിച്ചു, അത് തിരിച്ചു തന്നതേ ഉള്ളൂ. ആ ലോണിന്റെ പുറത്ത് നമ്മളൊരു ഇൻട്രസ്റ്റും കൂടെ വാങ്ങിയെന്നിരിക്കട്ടെ. ആ ആൾക്ക് നമ്മൾ ലോൺ കൊടുത്തപ്പം അയാളുടെ ഒരു 10% ഇൻട്രസ്റ്റും കൂടെ വാങ്ങിയെങ്കിൽ ആ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിന്റെ പുറത്ത് നമ്മൾ ടാക്സ് കൊടുക്കണം എന്ന് പറയും. അല്ലാതെ ലോൺ എടുത്ത പൈസ തിരിച്ചു തരുന്നതിന് ടാക്സ് കൊടുക്കണ്ട. ആ തിരിച്ചു തരേണ്ടത് NRO അക്കൗണ്ടിലേക്കാണ് അയാൾ അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഡിഫറെന്റ് ബാങ്കിൽ ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ടു NRO അക്കൗണ്ട് ഇൻ അവർ NRI അക്കൗണ്ട് ഇൻ ഡിഫറെന്റ് അക്കൗണ്ട് മീൻസ് ഡിഫറെന്റ് ബാങ്ക് അക്കൗണ്ട്. ഡിഫറെന്റ് ഒരു ബാങ്കിൽ തന്നെ ഈ ബാങ്കിൽ കിടക്കുന്ന SB അക്കൗണ്ട് നമുക്ക് വേറൊരു ബാങ്കിൽ NRO ആക്കാൻ സാധിക്കില്ല. നമ്മൾ ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഒരു NRO അക്കൗണ്ട് തുടങ്ങേണ്ടി വരും. SB അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, അതല്ലെങ്കിൽ അവിടെ തന്നെ NRO അക്കൗണ്ട്. ബാങ്ക് ടു ബാങ്ക് അത് ഈ ബാങ്കിൽ നിന്ന് SB നമുക്ക് വേറൊരു ബാങ്കിൽ NRO ആക്കാൻ ബാങ്ക്സ് സമ്മതിക്കാറില്ല. ഒരിടത്ത് ക്ലോസ് ചെയ്യുക, വേറൊരിടത്ത് ഓപ്പൺ ചെയ്യുക, അല്ലെ ആ ബാങ്കിൽ തന്നെ നമുക്ക് NRO ആക്കാം. ബ്രാഞ്ച് ഒരു സെയിം ബാങ്കിന്റെ ബ്രാഞ്ച് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഡിഫറെന്റ് ബാങ്ക്സിലേക്ക് പറ്റില്ല. വാട്ട് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് TDS? TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് സ്രോതസ്സിൽ തന്നെ പിടിക്കുന്ന നികുതി. അതാണ് അതിനർത്ഥം. നമുക്ക് തരുന്നവര് തന്നെ നമ്മുടെ നികുതി പിടിച്ചടക്കുകയാണ്. എനിക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് തരുന്നു, അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 100 രൂപയും തരേണ്ടതാണ്. അതിന് പകരം അവരാ 30 രൂപ പിടിക്കുന്നു. അതായത് സ്രോതസ്സുകാർ തന്നെ പിടിക്കുന്ന നികുതി. FD അക്കൗണ്ട് ഇൻട്രസ്റ്റിനും ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും വരും. FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ FD ആണോ NRE ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. NRE അക്കൗണ്ടിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഇന്ത്യയിൽ ടാക്സബിൾ അല്ല. അതിൻ്റെ അകത്ത് ടാക്സ് വരില്ല. NRE FDക്ക് ടാക്സ് ഇല്ല. NRE FD അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ. നിലവിലെ നിയമപ്രകാരം ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് 1 വർഷം കഴിഞ്ഞ് തുക പിൻവലിക്കുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ബാധകമാവുന്നത്. നിലവിലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പ്രകാരം 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ലാഭത്തിന് 10% ടാക്സ് ആണ് കൊടുക്കേണ്ടത്. നാട്ടിലുള്ള ഒരു വ്യക്തിക്ക് TDS പിടിക്കാത്തതിനാൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ലാഭം ഉണ്ടെങ്കിൽ അത് കാണിച്ച് ടാക്സ് അടച്ചാൽ മതി. എന്നാൽ ഒരു വ്യക്തി NRI ആണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന മുഴുവൻ ലാഭത്തിൽ നിന്നും 10% TDS പിടിക്കാറുണ്ട്. വിദേശ മലയാളികൾക്ക് ഈ 1 ലക്ഷത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ല. ലഭിക്കുമെങ്കിൽ എങ്ങനെ ഈ TDS പിടിച്ച തുക തിരികെ മേടിക്കുവാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്കിത് പറയാം. അത് പിടിക്കാൻ NRIസിന് എന്താന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ലോ അനുശാസിക്കുന്നുണ്ട്. NRIക്ക് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 1 രൂപയുടെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ടാക്സ് പിടിക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ പിടിച്ചിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ടാക്സ് പിടിക്കുന്നത്. പക്ഷെ ഒരു NRIക്കും ഈ ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് NRIക്ക് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ടത് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുക. ഫയൽ ചെയ്യുമ്പോൾ ഈ ഇൻകം കാണിക്കുക. നമ്മൾ ടാക്സബിൾ ലിമിറ്റിൽ വരുന്നില്ലെങ്കിൽ ഈ എമൗണ്ട് മുഴുവൻ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും. NRI സ്റ്റാറ്റസ് നഷ്ടമായ ഒരു വ്യക്തി ഇത് ബാങ്കിനെ അറിയിക്കാതെ NRI ഡിപ്പോസിറ്റിൽ ലഭിക്കുന്ന ടാക്സ് ആനുകൂല്യങ്ങൾ മേടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? നമ്മൾ നേരത്തെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NRI തിരിച്ച് വന്നു കഴിയുമ്പോൾ ബാങ്കിനെ അറിയിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു NRI എന്ന നിലയിൽ നിങ്ങളുടെ എന്താ പറയുക ഒരു കടമയാണ് അത് ചെയ്യണം എന്നുള്ളത്. അപ്പം അത് അറിയിക്കണം ബാങ്കിനെ. പിന്നെ ആകെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ FD കണ്ടിന്യൂയിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് വരെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യുക. പക്ഷെ നമ്മളത് ബാങ്കിനെ അറിയിക്കണം. അറിയിച്ചിട്ട് അത് ചെയ്യാണ് വേണ്ടത്. പിന്നീട് ഇന്ത്യയിൽ ലഭിക്കുമ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ ആ ഒരു NRI പീരീഡ് കഴിഞ്ഞിട്ട് അത് ഓർഡിനറി ഡെപ്പോസിറ്റ് ആക്കുക. എന്നിട്ട് അതിന് വരുന്ന ടാക്സിന് ഇൻകം ടാക്സ് കൊടുക്കുകയും വേണ്ടി വരും. ഡോക്ടർ അരുൺ കുമാർ, ഇദ്ദേഹം കുവൈറ്റിലെ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമന്റ് ചെയ്ത ഒരു കമന്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു NRI അക്കൗണ്ട് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു NRIയുടെ ഈ ഡോക്ടർ അരുൺ കുമാറിന്റെ NRI അക്കൗണ്ടിൽ നിന്നും 12,000 രൂപ TDS പിടിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: NRI അക്കൗണ്ടിൽ നിന്നും ബാങ്കിന് TDS പിടിക്കാമോ? പിടിക്കാമെങ്കിൽ എന്തെങ്കിലും എക്സംഷൻസ് ഉണ്ടോ? ഇതിനു പുറമെ NRI അക്കൗണ്ടിൽ എത്ര വരുമാനം വരെ ടാക്സ് എക്സംഷൻ ലഭിക്കും?
NRI അക്കൗണ്ടിൽ എന്ന് പറയുമ്പോൾ NRI ഡെപ്പോസിറ്റ് എന്നാണ് ഞാൻ NRIയുടെ ഇപ്പൊ NRI ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധാരണ അക്കൗണ്ട് ആണ് NRO എന്ന് പറയുന്ന സേവിങ്സ് അക്കൗണ്ട്. ആ സേവിങ്സ് അക്കൗണ്ടിൽ ₹1 ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ പോലും ടാക്സ് പിടിച്ചിട്ടേ ബാങ്കിന് നോൺ റെസിഡന്റിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിയമം പറയുന്നത് കൊണ്ടാണ് NROയിൽ വരുന്ന എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ബാങ്ക് ടാക്സ് പിടിച്ചിരിക്കണം. ഇപ്പൊ ഡോക്ടറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ അദ്ദേഹം അതിന് ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക, ഈ റീഫണ്ട് ക്ലെയിം ചെയ്യുക. കാരണം ബാങ്കിന് NRO ഡെപ്പോസിറ്റ്സിന്റെ പുറത്ത് അല്ലെ NRO സേവിങ്സിലുള്ള ഇതില് TDS പിടിക്കാതെ തരാൻ സാധിക്കില്ല. അതിന് ബേസിക് എക്സംഷൻ ഇല്ല. ബാങ്കിനോട് പറഞ്ഞേക്കുന്ന നമ്മൾ ₹1 ഇൻട്രസ്റ്റ് ആണെങ്കിലും ബാങ്ക് അതിന്റെ 30% ടാക്സ് പിടിച്ചിട്ട് മാത്രമേ ബാങ്കുകൾക്ക് അത് നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾക്ക് ഡോക്ടറിന് അത് ജൂലൈയിൽ റിട്ടേൺസ് ഫയൽ ചെയ്ത റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് 5 ലക്ഷത്തിൽ താഴെയുള്ളൂ ഡോക്ടറിന്റെ ഇന്ത്യയിലെ ഇൻകം എങ്കിൽ തീർച്ചയായിട്ടും ആ എമൗണ്ട് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വിദേശ മലയാളിക്ക് NRO അക്കൗണ്ടിൽ 2.5 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമോ? ഇതിനു പുറമെ NRI അത് മാറിപ്പോയ NRI അക്കൗണ്ടിൽ നിന്നും തുക മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ തിരിച്ച് NRI അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുമോ? ലഭിക്കുമെങ്കിൽ NRI അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ഈ തുകയ്ക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ 2.5 ലക്ഷത്തിൽ താഴെ വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമോ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം വേണ്ട. 2.5 ലക്ഷത്തിൽ താഴെ ഉള്ളുവെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ തുക റീഫണ്ട് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് നോക്കേണ്ടത് 2 ലക്ഷത്തിൽ താഴെ ഉള്ളൂ, ആരും നമ്മുടെ നിന്ന് ടാക്സും പിടിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, ഒരു റിട്ടേണും ഫയൽ ചെയ്യേണ്ട. പക്ഷെ 2 ലക്ഷത്തിൽ താഴെ ആണെങ്കിലും പല ആൾക്കാരും നമ്മൾ NRI ആയതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും വരുമാനങ്ങളിൽ ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫയൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ റീഫണ്ട് ക്ലെയിം ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് NRI അക്കൗണ്ടിൽ നിന്ന് തുക മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ, അതെ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് തിരിച്ച് ആ തുക NRI അക്കൗണ്ടിലേക്ക് ലഭിക്കുമെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് ഇന്ത്യയിൽ അതിൽ നിന്ന് വരുമാനം ലഭിക്കുകയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം എന്നുള്ളതാണ് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട നികുതി. അപ്പം ഇന്ത്യയിൽ ഏൺ ചെയ്തതാണെങ്കിൽ ഇന്ത്യയിൽ അതിന് നമ്മൾ ടാക്സ് കൊടുത്തേ മതിയാവുകയുള്ളൂ. മാഡം, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം, ഞാനിപ്പോ NRI അക്കൗണ്ടിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻകം നോർമലി ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇൻകം തന്നെയാണ്. അത് എന്തുകൊണ്ട് അതിന് എക്സംപ്ഷൻ കിട്ടും? കൊടുത്തിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മൾക്ക് ഇത്രയും തുക, അതായത് ഗവൺമെന്റിന് ഇത്രയും തുക നമ്മൾ FCNR, NRE എന്നൊക്കെ പറഞ്ഞ് നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി ഇവർ നമ്മൾ NRIs സഹായിക്കുന്നത് കൊണ്ട് NRE ആയിട്ട് വെക്കുന്നതിനെ ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഒരു ആനുകൂല്യമാണ്. അത് ഇന്ത്യയിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിലും NRIs NRE ആയിട്ട് വെക്കുമ്പോൾ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഗവൺമെന്റ് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണത്. നമ്മളൊരു എന്താ പറയാ, നമ്മുടെ നേഷനെ സഹായിക്കുന്നതിന് പകരമായിട്ട് ഇന്ത്യയിൽ അവരില്ല, അവർ ഇന്ത്യയിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും എടുക്കുന്നുമില്ല. പക്ഷെ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ബാങ്കുകൾ ഇത്രയും കറണ്ട് സേവിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞ് ബാങ്ക് RBIയുടെ നിയമങ്ങൾ അനുസരിച്ച് പല ഇതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചും. അതിനൊക്കെ വേണ്ടി ഈ പൈസയാണ് ഉപകരിക്കുന്നത്. അതിനു വേണ്ടി ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഒരു ആനുകൂല്യമാണത്. ശരിക്കും ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെല്ലാം നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം, ഇപ്പൊ സപ്പോസ് NRI അക്കൗണ്ടിന് ടാക്സ് വന്നു കഴിഞ്ഞാൽ ഒരു മിക്കവരും NRI അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി നമുക്ക് ഇന്ത്യയിൽ പൈസ ഈ പുറത്ത് വിദേശത്തുള്ളവര് അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഇക്കോണമി സഹായിക്കണമെങ്കിൽ ഇന്ത്യയിലോട്ട് പൈസ വരണം.
ഇന്ത്യയിൽ പൈസ വരുന്ന എല്ലാ പൈസയ്ക്കും ഇന്ത്യയിൽ നികുതി അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കലി ഇവർ വിചാരിക്കും ഇവർ ഏതേത് രാജ്യങ്ങളിലാണോ എന്നാ പിന്നെ അവിടെ പൈസ വെച്ചാൽ പോരെ, എല്ലാം എന്തിനാ ഇന്ത്യയിൽ കൊണ്ടിടുന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ്. ഇസ് NRE നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ NRI സെയിം? ഒരു NRI എന്ന് പറയുന്നത് NRE എന്ന് പറയുന്നതും NRE നമ്മൾ ഉപയോഗിക്കുന്നത് ബാങ്കിങ് ടെർമിനോളജിയിലാണ്. ആക്ച്വലി റെസിഡന്റ് എന്ന് പറയുന്നത് നോൺ റെസിഡന്റ്, ഒരു വ്യക്തി ഇന്ത്യയിലെ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് പറയുന്നതിനാണ് ഈ NRI ഉപയോഗിക്കുന്നത്. NRE ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്കിങ് ടെർമിനോളജിയാണ്. NRE അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ. NRI അക്കൗണ്ട് എന്നാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫെഡറൽ ബാങ്കിലൊക്കെ NRI പവർ എന്നൊക്കെ പറഞ്ഞാണ് ഈ NRI അക്കൗണ്ടിൽ അപ്പൊ നമ്മൾ സാധാരണ ഞാൻ ഫെഡറൽ ബാങ്കിലാണ് നമ്മൾ മേജർ അക്കൗണ്ട്. അപ്പൊ അവിടെ NRIയുടെ ഒക്കെ പല ഇതിലും ഞാൻ കണ്ടതാണ് NRI പവർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഡൗട്ട് കൊണ്ടാണ് ഞാൻ ഈ NRIക്ക് പകരം NRI എന്ന് പറഞ്ഞ ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട്. TDS taken on 2 financial year back, can we claim that amount? പറ്റില്ല. നമ്മൾ ഓരോ വർഷവും നമ്മൾ അതാത് കൊല്ലം തന്നെ, പണ്ടൊക്കെ നമുക്ക് ഇതിനൊരു 2 കൊല്ലം മുമ്പ് വരെ നമുക്ക് കുറച്ച് പഴയ റിട്ടേൺസ് ആണെങ്കിലും ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മൾ ഇപ്പൊ നമുക്ക് ലേറ്റ് ആയെങ്കിൽ പോലും മാർച്ച് വരെ വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫയൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുന്ന വെച്ചാൽ ഇത് ടൈം ബാർഡ് ആയി പോകും. പിന്നെ നമുക്ക് ഈ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അങ്ങനെയുള്ള TDS എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ഇതെന്താന്ന് വെച്ചാൽ എല്ലാ നോൺ റെസിഡൻസും ഒരു കാര്യം എൻഷുർ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ടാക്സ് പിടിക്കുന്നുണ്ടെങ്കിൽ അതാത് വർഷങ്ങളിൽ തന്നെ അതിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ പൈസ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാവും. അത് പിന്നെ ഗവൺമെന്റ് ഇതിലേക്ക് പോകും. വേറെ ഒന്നും പറയാനില്ല. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഇതിനു മുൻപ് ഞാൻ 2 ചാർട്ടർ അക്കൗണ്ടന്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊന്നും എനിക്ക് കൃത്യമായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ തന്നെ മാഡത്തിന് അറിയാവുന്ന ഒരു കാര്യം തന്നെ, അതിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ മാഡത്തിന്റെ സർവീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതുവരെ ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ മാഡത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാഡം.